عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف آسد الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചതിന്റെ ഫലമായി ഈ മഹത്തായ മജ്ലിസിൽ വന്നുകൂടാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, കുടുംബാദികൾ, സ്നേഹിതന്മാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മൾ മരിച്ചുപോയവർ, ഈ പള്ളി വളപ്പിൽ മറപ്പെടുക്കുന്ന മുഅ്മിനീങ്ങളെല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ഹിദായത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 ദിവസത്തിന്റെ മഹത്തായ പരിപാടിയാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ച്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിക്കുവാൻ വേണ്ടി തൗഫീഖ് ചെയ്തു തന്നു. 2ാമത്തെ ദിവസത്തിലാണിന്ന്. ഇന്നലെ മംഗലാപുരത്തെ കാളിയാർ ഉസ്താദും അതുപോലെയുള്ള മറ്റൊരു ഉസ്താദും കൂടി ഇവിടെ സ്വലാത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ധാരാളം നല്ല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് കേൾക്കാൻ സാധിച്ചു. ഇന്ന് പിന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം ഒരേ വിഷയമായി പോകുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാതെ, ഇന്ന് സ്വലാത്ത് മജ്ലിസും സിക്റുമെല്ലാം നടന്ന ഒരു ദിവസമാണ്. എല്ലാ നിലക്കും ധന്യമായ നല്ല മജ്ലിസിൽ ഇരുന്നുകൊണ്ട് ബറക്കത്ത് നേടിയ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഒരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബന്ധപ്പെട്ടവരെ ഇങ്ങനെയുള്ള നല്ല മജ്ലിസിൽ കൂടിക്കൊണ്ട് അവസാനം നല്ലതായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദോഷം ശുദ്ധിയായ നിലയ്ക്ക് മരിച്ച് നാളെ അല്ലാഹുവിന്റെ പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെക്കപ്പെട്ട സ്വർഗത്തിൽ അല്ലാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂട്ടമായി ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാൽ ധാരാളം മഹത്വങ്ങൾ അതിലുണ്ട് എന്നുള്ളത് എല്ലാവരും പല സന്ദർഭത്തിലായി കേട്ട് അറിഞ്ഞ് പഠിച്ച വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യദ്കുറൂനല്ലാഹ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരായ ഒരു വിഭാഗം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാൽ, മറ്റൊരു റിവായത്തിൽ മറ്റൊരു ഹദീസിലുണ്ട്, യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും. അല്ലാഹുവിന്റെ കിതാബ് ഓതുകയും അതിലുള്ള ആശയങ്ങളെ പരസ്പരം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു മജ്ലിസിൽ ഒരു വിഭാഗം ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ഹഫ്ഫത്തുഹുൽ മലായിക, അല്ലാഹുവിന്റെ മലായികത്ത് അവരെ റൗണ്ടപ്പെട്ടിട്ടുണ്ടാകും, വലയം ചെയ്തിട്ടുണ്ടാകും. വഗശിയത്തുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിഞ്ഞിട്ടുണ്ടാകും. വനസലത് അലൈഹിമുസ് സകീന, അല്ലാഹുവിന്റെ പ്രത്യേകമായ സമാധാനം അവരുടെ മേൽ ഇറങ്ങും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അല്ലാഹുവിന്റെ അടുക്കലുള്ള മഹാന്മാരായ മലക്കുകളുടെ കൂട്ടത്തിൽ ഈ മുഅ്മിനീകളെ സംബന്ധിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് പഠിപ്പിച്ചു തന്നവർക്ക് ഹദീസുണ്ട്. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെയുള്ള മജ്ലിസുകൾ അറിഞ്ഞാൽ ആ മജ്ലിസിൽ ദിക്റിന്റെ മജ്ലിസായാലും ഇൽമിന്റെ മജ്ലിസായാലും രണ്ടും വലിയ മഹത്തായ സ്ഥാനം അർഹിക്കുന്നതാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ പ്രത്യേകമായ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ സ്ഥലമെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യേകമായ സ്ഥലമാണ് ഇൽമിന്റെ മജ്ലിസ്. ആ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാലും ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാലും നാം ശുദ്ധീകരിക്കപ്പെട്ടവരായ നിലയിൽ അല്ലാഹുവിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാന്മാർ കിതാബിൽ പറയുന്നു, ഒരു സാലിഹീങ്ങളുടെ മജ്ലിസിൽ, ദിക്റിന്റെ മജ്ലിസിൽ, ഇൽമിന്റെ മജ്ലിസിലെല്ലാം കൂടി പിരിയുമ്പോൾ ഒരു ചേറ് പിടിച്ചതായ
ഒരു പോത്ത്, ശരീരമൊട്ടാകെ ചേരുകൊണ്ട് പെരണ്ടതായ ഒരു പോത്ത് നല്ല വെള്ളമുള്ളതായ ഒരു കുളത്തിൽ വന്ന് ചാടി അതിൽ മുങ്ങി എണിക്കുമ്പോൾ അതിന്റെ ശരീരത്തിലുള്ളതാകുന്ന ചേരുകളൊക്കെയും കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് അത് ആ കുളത്തിൽ നിന്ന് എണിച്ചു പോകുന്നത് പോലെ അള്ളാഹുവിന്റെ മഹത്തായ ദിക്റിന്റെയും ഇൽമിന്റെയും മജ്ലിസിൽ, സജ്ജനങ്ങളുടെ മജ്ലിസിൽ, സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ കൂടി പിരിയുമ്പോൾ ആ പോത്തിന്റെ ശരീരത്തിലുള്ള കേടുകൾ കഴുകി വൃത്തിയാക്കപ്പെട്ടതുപോലെ ഈ മുഅ്മിനീങ്ങളുടെ ദോഷങ്ങൾ കഴുകി വൃത്തിയാക്കപ്പെട്ടതായ നിലയ്ക്ക് പോകാൻ സാധിക്കുമെന്ന് ഉദാഹരണ സഹിതം നമുക്ക് നമ്മുടെ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു പഠിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും പള്ളികളിലും അതുപോലെ വീട്ടിൽ, പരയിൽ പെണ്ണുങ്ങളും മക്കളുമെല്ലാം കൂടിയിട്ട് എല്ലാ ദിവസവും കൂട്ടമായി സാധിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വലാത്തിന്റെ മജ്ലിസും ദിക്റിന്റെ മജ്ലിസുമെല്ലാം വീടുകളിൽ നടത്തണം. അതിന്റെ ബറക്കത്ത് എല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാം മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. എന്നാൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളായിട്ട് നമുക്ക് പഠിപ്പിച്ച വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ചേർന്ന് കിട്ടാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം. അതാണ് ബുദ്ധി. നാം എല്ലാവരും മരിക്കേണ്ടവരാണ്. നമ്മുടെ പിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇതാ ഈ പള്ളിവളപ്പിൽ മറപ്പെട്ട് കിടക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതേപോലെ ഒരു പള്ളിവളപ്പിലേക്ക്, ഒരു പക്ഷേ ഇതേ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നാം ആ പള്ളിവളപ്പിലേക്ക് ഏതെങ്കിലും ഒരു ഭൂമിയുടെ അടിയിലേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ പ്രയാണത്തെ എല്ലാ നിലക്കും അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെയുള്ള ഒരു ദിവസം വരാനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് അതിനുവേണ്ടി ഒരുങ്ങേണ്ടതാണ് ബുദ്ധി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. ബുദ്ധിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ അൽ ഖയ്യിസു, ബുദ്ധിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, നഫ്സിനെ ഹിസാബെടുത്തവനാണ്. നഫ്സിനെ അവന്റെ സ്വന്തം തടിയെ ഹിസാബെടുക്കണം. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ എന്റെ കണ്ണ് എന്ത് ചെയ്തു, എന്റെ കാത് എന്ത് ചെയ്തു, എന്റെ കാല് എന്ത് ചെയ്തു, എന്റെ കൈ എന്ത് ചെയ്തു, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇന്ന് എന്ത് ചെയ്തു എന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കണം. എന്റെ കാലിനോട് ഞാൻ ചോദിക്കണം, എന്റെ കണ്ണിനോട് ഞാൻ ചോദിക്കണം, എന്റെ കൈയിനോടും കാലിനോടും ഞാൻ ചോദിച്ചുകൊണ്ട് എന്റെ തടിയെ ഞാൻ ഹിസാബെടുത്ത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വല്ല നല്ല കാര്യങ്ങളും ചെയ്തു വെച്ചുകൊണ്ട് ഒരുക്കി വെച്ചവനാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നിന്റെ പാരമ്പര്യമായ ലോകത്തിന്റെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി നമുക്ക് നീ ഒരുങ്ങാൻ, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്കും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. والعاجز من نتبع نفسه هواها وتمنى على الله. ബുദ്ധിശൂന്യമായവൻ, ബുദ്ധികെട്ടവനെന്ന് പറഞ്ഞാൽ ആരാണ് അവൻ? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, സ്വന്തം തടിയെ തടിയിച്ചയോട് പിൻപറ്റിച്ചവനാണ്. അവന്റെ ശരീരം എന്ത് പറയുന്നുവോ, അവന്റെ തടിയുടെ ഇഷ്ടം എന്താണോ അതുപോലെ പ്രവർത്തിച്ചവനാണ് ബുദ്ധികെട്ട മനുഷ്യൻ. അങ്ങനെ തടിയെ അവന്റെ മനസ്സ് വന്നതുപോലെ പ്രവർത്തിച്ചിട്ട് മരിച്ചതിന്റെ ശേഷം സുഖമായ ജീവിതം കരുതുന്നവനാണ്. അത് ബുദ്ധിശൂന്യമാണ്.
ഇവിടെ മനസ്സിന് വന്നതുപോലെ പ്രവർത്തിച്ച് മരിച്ചതിന്റെ ശേഷം മരിക്കുമ്പോൾ സ്വർഗം കണ്ട് മരിക്കണം, ഹൂറുൽ എന്ന പെണ്ണുങ്ങളെ കണ്ട് മരിക്കണം. അതുപോലെ മരിച്ചാൽ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് നൗമത്തിൽ ഉറങ്ങുമ്പോൾ നീ ഉറങ്ങുന്നു എന്ന് മലക്കുകൾ വിളിച്ചു പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പെടണമെന്നുള്ള ആഗ്രഹിക്കുന്നു. നമുക്ക് നൗമത്തിൽ അറൂസ് എന്ന് പറയുന്നത് മാത്രമല്ല, സ്വർഗത്തിന്റെ വിരിവ് വിരിച്ചു കൊടുക്കുകയും സ്വർഗത്തിന്റെ പട്ട് ഉടുപ്പിച്ചു കൊടുക്കുകയും എന്ന് മലക്കുകളോട് അല്ല പറയുമ്പോൾ ആ വിഭാഗത്തിൽ ഞാനും പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നാളെ മഹ്ശറിലെത്തിയാൽ ഹിസാബ് നടത്തുമ്പോൾ എന്റെ ഹിസാബ് ലഘുവാവണം, സുലഭമായി തീരണം, എളുപ്പമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. കിതാബ് ലഭിക്കപ്പെടുമ്പോൾ വലത്തകയിൽ കിതാബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. സിറാത്ത് പാൽ വിട്ടു കിടക്കുമ്പോൾ ഇന്നറിയും പോലെ വിട്ടു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്വർഗം പ്രവേശിക്കണം, എന്ന പെണ്ണുങ്ങളെ കൂടെ കൂടണം, അവിടെയുള്ള സ്വർഗക്കുട്ടികളെ കണ്ട് രസിക്കണം, സന്തോഷിക്കണം, സ്വർഗത്തിലുള്ള പാനീയങ്ങളും പലഹാരങ്ങളും തിന്നണം, കുടിക്കണം. ഇങ്ങനെയുള്ള ധാരാളം ആഗ്രഹങ്ങളാണ്. പക്ഷേ പ്രവർത്തികൾ ഇതിനു വേണ്ടിയുള്ളതല്ല. മനസ്സിൽ വന്നതുപോലെ പ്രവർത്തിക്കുന്നു, മനസ്സിൽ വന്നതുപോലെ പ്രവർത്തിച്ചിട്ട് ഞാൻ മരിക്കുമ്പോൾ സുഖമായ ചന്തത്തിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, ഖബറിൽ സുഖമായി കിടക്കണമെന്ന് കൊണ്ട് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, വലം കയ്യിൽ കിതാബ് കിടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, അതുപോലെ സിറാത്ത് പോലെ മിന്നറിയും പോലെ വിട്ടുകിടക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത്രയും നല്ല ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാനൊക്കുകയില്ല. മൂമിനായ മനുഷ്യർക്ക് എന്റെ ഇഷ്ടമാണെന്ന് പറയാൻ അധികാരമില്ല. എന്റെ ഓരോ ചലനഭരണങ്ങളും റബ്ബിന്റെ ഇഷ്ടത്തിലാണ്, അവന്റെ അധികാരത്തിലാണ്. അവന്റെ നിയമം ഉല്ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യമല്ല. അത് എന്റെ ഇഷ്ടമാണെന്ന് പറയുന്നവൻ മൂമിനല്ല, അവൻ അഹങ്കാരിയാണ്. ഫിർഔനെയും ഖാറൂനെയും സ്വഭാവമാണ്. ഒരിക്കലും നമുക്കത് പറ്റുകയില്ല. നാം അല്ലാഹുവിന്റെ അടിമകളാണ്, ദാസന്മാരാണ്. ആ അടിമകളായ ദാസന്മാരായ നമുക്ക് യജമാനായ റബ്ബിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവൻ വിളിച്ചത് നമുക്ക് വഹിച്ചിട്ടേ തീരണം, അവൻ കൽപ്പിച്ചത് എടുത്തേ തീരണം. ആ നിലക്ക് പ്രവർത്തിക്കുന്നവരാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസികൾ അഥവാ വിജയിച്ച മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ മുഅ്മിനൂൻ. ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ എന്നാണ്. ആ സൂറത്തുൽ മുഅ്മിനൂൻ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖണ്ഡിതമായും തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഏത് സത്യവിശ്വാസികൾ? എല്ലാവരും അല്ല, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള മുഅ്മിനീങ്ങൾ. മനസ്സിൽ വന്നതുപോലെ നിസ്കരിച്ച് തീർക്കുന്നവർക്ക് ഭയഭക്തിയില്ലാത്തവരാണ്. നിസ്കാരത്തിന് കുറെ നിയമങ്ങളുണ്ട്, ഷർത്തുണ്ട്, ഫർളുകളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമയാണ്, എന്റെ യജമാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നുള്ള പേടിയോടുകൂടെ നിസ്കരിക്കുന്നവരാണ്. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയഭക്തി വേണം, ഹൃദയത്തിലുണ്ടാകുന്ന ഭയം വേണം, അവയവങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഭയം വേണം. അതിനാണ് നിസ്കരിക്കുമ്പോൾ കൈകെട്ടാതെയും കൈ താത്തിക്കൊണ്ട് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും. പക്ഷേ അത് അതവല്ല, ഭക്തിയല്ല. ആ ഭക്തി കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹ് നീ എന്റെ യജമാനനാണ് റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ് എന്നത് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഭക്തി കാണിക്കാൻ വേണ്ടിയാണ് രണ്ട് കൈകളെ കെട്ടിക്കൊണ്ട് താഴ്ന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനൊരു ദാസനാണ്, ഞാനൊരു സാധുവാണ് എന്ന
ഭയഭക്തി കാണിക്കാൻ വേണ്ടിയാണ് കൈകെട്ടുന്നത്. കൈകെട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകും. നിസ്കാരത്തിന്റെ ഫറളല്ല, നിസ്കാരത്തിന്റെ ഷർത്തല്ല. പക്ഷേ ഒരു അല്ലാഹുവിന്റെ യജമാനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അടിമയ്ക്കേണ്ട ക്രമം അങ്ങനെയാണ്. ഞാനൊരു നിന്റെ അടിമയാണ് റബ്ബേ എന്നുള്ള ഭക്തി പ്രകടനമാണ് ഈ കൈകെട്ടുന്നതിന്റെ ഉദ്ദേശം. ആ ഭക്തി അവയവങ്ങളെ കൊണ്ടുണ്ടാകണം. അതുപോലെ ശരീരമൊന്നും അനങ്ങാൻ പാടില്ല, അങ്ങും ഇങ്ങും തിരിയാനും അറിയാനും പാടില്ല, 3 പ്രാവശ്യം തുടരെയായിട്ട് അനങ്ങാനും പാടില്ല. ആ നിലയ്ക്ക് അച്ചടക്കത്തോടുകൂടെ വളരെ ഭക്തിയോടുകൂടെ നിന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെ എല്ലാ നിലക്കും അവയവങ്ങളെ കൊണ്ട് ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അതേപോലെ ഹൃദയത്തെ കൊണ്ടും ഭക്തിയോടുകൂടെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് വിജയികളെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അതേ അവസരത്തതേപോലെ വല്ലദീനവും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരുമാണ് വിജയിച്ച മുഅ്മിനീകൾ. എന്റെ പരലോക ജീവിതത്തിന് വേണ്ടി ആവശ്യമായത് എന്താണോ ആ കാര്യങ്ങളൊക്കെയും ചെയ്യൽ തന്നെ. എന്റെ പരലോക ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് സമ്പൂർണമായി ഉപേക്ഷിക്കൽ തന്നെ. ആ സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ല, അതെനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അത് കേട്ടത് കൊണ്ട് എനിക്കൊന്നും പ്രയോജനം ഇവിടെയില്ല, അത് ചെയ്തതുകൊണ്ട് എനിക്കൊന്നും അപരാലാപിക്കാനൊന്നുമില്ല, എന്റെ ദുനിയാവും നാലാഹറും പരാജയപ്പെടലല്ലാതെ നഷ്ടമൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് വിജയിച്ച മുഅ്മിനീങ്ങൾ. അനാവശ്യമായ കാര്യങ്ങൾ, അനാവശ്യമായ വാക്കുകൾ, അനാവശ്യമായ പ്രവർത്തികൾ, അനാവശ്യമായ എന്തെങ്കിലും കാത് കേൾക്കുന്നത് ഇതൊക്കെയും വിട്ടുകൊണ്ട് അതിനെ തൊട്ട് ദൂരത്തായി ജീവിക്കുന്നവരാണ് വിജയിച്ച മുഅ്മിനീങ്ങൾ. വല്ലദീനഹും മുഅ്മിനീകൾ ഒരു ഇൽമിന്റെ മജ്ലിസിൽ, ഒരു ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കാൻ താല്പര്യം കുറവ് കാണിക്കുമ്പോൾ അതേ സന്ദർഭത്തിൽ പുറത്തിറങ്ങെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അവിടെ കുറെ ആൾക്കാർ സമയം നിൽക്കാനും കേൾക്കാനും ചിരിക്കാനും എത്രയോ ആൾക്കാർ വേണമെങ്കിൽ കാണാം. പക്ഷെ അത് ഈമാന്റെ കുറവാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്ഥലത്ത് ഞാൻ ഇത്ര എന്താണ് സമയം വേസ്റ്റല്ലേ? ഈ സമയം ഇതുകൊണ്ട് കേട്ടതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? കുറെ സമയം ഞാൻ TV നോക്കി ജീവിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? ആ TVയിൽ വരുന്ന ധാരാവാഹികൾ ഞാൻ കുറെ ദിവസം കണ്ടതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? അതേ സമയത്ത് ആ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതിയെങ്കിൽ ഓരോ ഹർഫിനും 10 ഹസനാത്തല്ലേ എനിക്ക് കിട്ടുന്നത്. അതിനെ വിട്ടുകൊണ്ട് ഞാൻ ഈ ധാരാവാഹി നോക്കിയത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? അതല്ലെങ്കിൽ ഈ സമയത്ത് ഈ പാട്ട് കേട്ടത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? എന്തെങ്കിലും വേണ്ടാത്ത ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ടത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? എന്റെ പാരമ്പര്യമായ ജീവിതത്തിന്റെ ലോകത്തിൽ എന്താണ് എനിക്കതിൽ ലാഭമുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് വിജയിച്ച മുഅ്മിനീങ്ങളെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. വല്ലദീന ഹും ലിസ്സകാത്തി ഫായിലൂൻ. അതുപോലെ അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കേണ്ട സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കുന്നവരുമാണ്. അതിന്റെ കണക്കനുസരിച്ചുകൊണ്ട് സകാത്ത് കൊടുക്കുന്നവരുമാണ്. സകാത്ത് കൊടുക്കാൻ വലിയ മുതലാളിമാർ തന്നെ ആവണമെന്നില്ല. ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് സകാത്ത് നിർബന്ധമാകുന്നു. സുമാർ ഒരു 550 ഗ്രാം വെള്ളിയുടെ തൂക്കും അത്ര വെള്ളി വരുന്നത്ര സ്വത്ത് ഒരു ചരക്കുണ്ടെങ്കിൽ വർഷം പൂർത്തിയാകുമ്പോൾ അത്ര ചരക്കുണ്ടെങ്കിൽ അതിനെ കണക്കെടുത്തുകൊണ്ട് സകാത്ത് കൊടുക്കുന്നത് അവർക്കും നിർബന്ധമാകുന്നു. കുറെ പൈസ വേണമെന്നില്ല, ലക്ഷക്കണക്കായ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സകാത്ത് എന്ന് ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ അത്ര പൈസക്ക് അത്ര വെള്ളിക്ക് വരുന്ന പൈസ ഒരു വർഷം അവന്റെ സ്റ്റോക്കുണ്ടെങ്കിലും അതിനും സകാത്ത് നിർബന്ധമാകുന്നു. അപ്പോൾ വലിയ പൈസക്കാരായെങ്കിൽ മാത്രമേ സകാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള ചിന്തിച്ചെങ്കിൽ ശരിയാവുകയില്ല. സകാത്ത് ചിലപ്പോൾ ചെറിയ മുതലാളിമാർക്കും സകാത്ത് കൊടുക്കേണ്ടതുണ്ട്, നിർബന്ധമായിട്ടുണ്ട്. അതാണ് അങ്ങനെയുള്ള ചെറിയതോ വലിയതോ മറ്റും സകാത്ത് നിർബന്ധമായവരുണ്ടെങ്കിൽ ആ സകാത്ത് വേണ്ടതുപോലെ പൂർത്തിയാക്കി വിടുന്നവരാണ് വിജയിച്ച മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഫർജുകളെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് വിജയിച്ച മുഅ്മിനീങ്ങൾ.
പുസ്തകത്തെ അന്യമാർഗത്തിൽ കൂടി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവത്ത് വികാരം തീർത്താൽ അള്ളാഹു പൊരുത്തപ്പെടുന്നതല്ല. ഹലാലായ മാർഗത്തിൽ കൂടിയല്ലാതെ അന്യമാർഗമെന്നും അള്ളാഹു തആല പൊരുത്തപ്പെടുന്നതല്ല. ഹലാലായ മാർഗം എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തുകൊണ്ട് ഒരു ആണും പെണ്ണും ബന്ധപ്പെടുന്നതല്ലാതെ മറ്റൊരു മാർഗം അള്ളാഹു പൊരുത്തപ്പെടുന്നതല്ല. ഇല്ല അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. വിവാഹം ചെയ്തുകൊണ്ട് ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതോ അതല്ലെങ്കിൽ അടിമകളുണ്ടെങ്കിൽ വെള്ളാട്ടിമാരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നതോ മോശപ്പെട്ടതല്ല. ഫഇന്നഹും ഗൈറു മലൂമീൻ. ആ മനുഷ്യന്മാർ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നവർ, വെള്ളാട്ടിമാരുമായി ബന്ധപ്പെടുന്നവർ അവർ ആക്ഷേപത്തിൽ അർഹരായവരല്ല, ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല. അവർ അല്ലാഹു പൊരുത്തപ്പെട്ട ഹലാലായ മാർഗം സ്വീകരിച്ചവരാണ്, അവർ അന്യമാർഗം സ്വീകരിച്ചവരല്ല. ഇന്ന് നമുക്ക് ഹലാലായ മാർഗം ഒന്ന് മാത്രമേ നമുക്കുള്ളത്. ഇന്ന് അതായത് ഭാര്യമാരുമായി ബന്ധപ്പെടുകയല്ലാതെ ഇവിടെ വെള്ളാട്ടിമാർ ഇപ്പോൾ നമുക്ക് ഇവിടെയും കാണാൻ സാധ്യമല്ല. വെള്ളാട്ടിമാർ ഉണ്ടാവണമെങ്കിൽ യുദ്ധം നടക്കണം, ആ യുദ്ധത്തിൽ ശര പിടിക്കണം, ശത്രുഭാഗത്തിൽ നിന്നുള്ള പെണ്ണുങ്ങളെയോ ആണുങ്ങളെയോ ശര പിടിക്കണം. ആ ശര പിടിച്ച് ഞങ്ങളുടെ കൈക്ക് ഞങ്ങൾ സ്വന്തമായാൽ ശര പിടിക്കപ്പെട്ടവരാണ് അടിമകളാകുന്നത്. ആ ശര പിടിക്കപ്പെട്ടവരെ അവ യുദ്ധത്തിൽ കിട്ടിയതായ സ്വത്ത് സംശയിക്കുമ്പോൾ അതിൽ ഒരു വെള്ളാട്ടിയോ ഒരു വെള്ളാട്ടി പെണ്ണോ അതല്ലെങ്കിൽ ഒരു അടിമയായ ആളോ ഈ ഓഹരിയിൽ കിട്ടിയാൽ ആ കിട്ടിയവന്റെ വെള്ളാട്ടിയും അല്ല അടിമയും ആകുന്നു. ആ വെള്ളാട്ടിയോ അടിമയോ അവരെ പിന്നെ അവർക്ക് വിൽക്കാൻ അധികാരമുണ്ട്. വിറ്റാൽ ആ വാങ്ങിയവന്റെ അടിമയോ വെള്ളാട്ടിയോ ആകുന്നു. അതല്ലെങ്കിൽ ഈ വെള്ളാട്ടിയും അടിമ ഉള്ള മനുഷ്യൻ മരിച്ചപ്പോൾ അവന്റെ സ്വത്തായിട്ട് മക്കൾക്കോ മറ്റുള്ളവർക്ക് അനന്തരാവകാശമായിട്ട് ലഭിക്കും. അപ്പോൾ അവരെ വെള്ളാട്ടിയോ അടിമയായി വരുന്നു. അല്ലെങ്കിൽ എന്റെയോ നിങ്ങളുടെയോ അടിമയോ വെള്ളാട്ടിയോ പിന്നൊരാൾക്ക് ഹിബത്തായിട്ട് ഹദിയായിട്ട് കൊടുത്താൽ അപ്പോഴും അതാ അവരുടെ അത് അടിമയാകുന്നു, വെള്ളാട്ടിയാകുന്നു. ഈ ക്രമത്തിലാണ് അടിമ അഥവാ വെള്ളാട്ടിമാർ ഉണ്ടാകുന്നത്. എന്നല്ലാതെ ആരെങ്കിലും പണിക്കാർക്കുണ്ടെങ്കിൽ പണിക്കാരുണ്ടെങ്കിൽ അടിമയോ വെള്ളാട്ടിമാരോ ആകുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിൽ, ഇന്ത്യ രാജ്യത്തിൽ ഗുലാമഗിരി എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ടിട്ട് ഇവിടെ ആരും അടിമകളെ വെള്ളാട്ടിമാരെ കാണാൻ സാധ്യമല്ല. ഇന്ന് നമുക്കുള്ള ഒരേ ഒരു മാർഗമാണ്, അന്യമാർഗമൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. ഹലാലായ ഒരേ മാർഗം മാത്രമാണുള്ളത്. ഹലാലായ അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ വിവാഹം ചെയ്തുകൊണ്ട് ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരം സർവത്ത് തീർക്കലല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിക്കുന്നത് അത് വിജയിച്ച മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല, അത്തരക്കാർ വിജയിച്ചവരല്ല. അള്ളാഹു പറഞ്ഞതായ ഈ ക്രമമല്ലാതെ വേറെ ഏതെങ്കിലും ക്രമം സ്വീകരിച്ചു പോയാൽ, വേറെ ഏതെങ്കിലും അന്യമാർഗം തേടിപ്പോയാൽ അത്തരക്കാർ അവർ അതിര് വിട്ട് കടന്നവരാണ്, പരിധി വിട്ട് കടന്നവരാണ്, അള്ളാഹുവിന്റെ നിയമം ഉല്ലംഘിച്ചവരാണ്. അവർ വിജയിച്ച കക്ഷികൾ അല്ല. അതുകൊണ്ടിട്ട് മുഅ്മിനീങ്ങളെ, ബാല്യക്കാരെ, യുവതികളെ, യുവാക്കളെ, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നതോ അതുമായി അടുത്തു പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഒന്നായി ദുനിയാവ് മുഴുവനും വസിക്കുന്നു, ഒന്നായിട്ട് മുഴുവനും ഒന്നായിട്ടും ഫസാദും ഫിത്നയും ഫസാദും ദുഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണും പെണ്ണുമായിട്ട് ഒരു അവരുടെ ആണും പെണ്ണുമായിട്ടുള്ള ബന്ധത്തിന് ഒരു നിയമവുമില്ലാതെ എല്ലാ നിയമവും ഉല്ലംഘിച്ചുകൊണ്ടിട്ടുള്ളതായ പെരുമാറ്റമാണ് ആണും പെണ്ണുമായിട്ടുള്ളത്. ഇന്ന് ഈ സമയത്ത് വളരെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ, വിജയിച്ച മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നമുക്ക് പെടണമെങ്കിൽ ഇതാ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തരുന്ന ഭാര്യമാരിലൂടെയല്ലാതെ മറ്റൊരു മാർഗവും സ്വീകരിക്കാതെ അതുമായി അടുത്തു പോകാതെ വലാ തഖറബുദ്ദിനാ ഇന്നഹു കാന ഫാഹിഷാ, വ്യഭിചാരം കൊണ്ട് നിങ്ങൾ അടുത്തു പോകല്ല, അത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യഭിചാരം കൊണ്ട് അടുക്കാതിരിക്കണമെങ്കിൽ ആണും പെണ്ണുമായുള്ള ബന്ധം സമ്പൂർണ്ണമായി ഉപേക്ഷിക്കണം, അതിനെ തൊട്ട് ദൂരത്താവണം.
ആണ് പെണ്ണുമായി ബന്ധപ്പെടാൻ പറ്റുന്ന പല മാർഗങ്ങളും മാധ്യമങ്ങളും ഇന്നുണ്ട്. പണ്ടുള്ളതുപോലെയല്ല, ഇന്ന് വളരെ സുലഭത്തിലായി സൗകര്യപ്പെടുന്ന മാധ്യമങ്ങൾ ധാരാളമുണ്ട്. അതിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മൊബൈലുകൾ. അതുപോലെ മൊബൈലുള്ളതായ നെറ്റ് സമ്പർക്കം, ഇതെല്ലാം ഒരാണും പെണ്ണുമായിട്ടുള്ളതായ വേഗത്തിൽ ആണ് ഒരു പെണ്ണും പെണ്ണും പരിചയപ്പെടാനും ബന്ധപ്പെടാനും സൗകര്യമാകുന്ന വിധാനങ്ങളാണിത്, മാധ്യമങ്ങളാണിത്. ഈ വിഷയം ഇതുമായിട്ട് എത്ര നാം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതിനൊരു കടിവാറ് നമുക്ക് ഇടാൻ സാധിച്ചില്ലെങ്കിൽ ഈ അള്ളാഹു പറഞ്ഞ വിജയിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കുകയില്ല. നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ കുടുംബത്തിലും എല്ലാ വീടിലും മക്കളെ കോളേജിലേക്കും ഓഫീസുകളിലേക്കും പെണ്ണുമക്കൾ പാലക്കാട് പെണ്ണുമക്കളെ ഒരു ലെവലില്ലാതെ അയച്ചുകൊണ്ടിരിക്കുന്ന കാലമാകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഒരു കടിമാനമില്ലെങ്കിൽ, അവർക്ക് കടിമാനാണെങ്കിൽ നമുക്ക് ഇടാൻ സാധിച്ചില്ലെങ്കിൽ, അവരെ ഇഷ്ടം പോലെ നമുക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളെ മക്കളെയും നിങ്ങളെ ഭാര്യമാരെ നരകത്തോട് നിങ്ങൾ കാക്കുകയെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ആദേശം മറികടന്നുകൊണ്ട് ഭാര്യമക്കളെ തീരെ കണക്കിലെടുക്കാതെ അവരെ ശ്രദ്ധിക്കാതെ ഇഷ്ടം പോലെ അവരെ വിട്ടുകഴിഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ നരകത്തോട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ 5 വക്ത് നിസ്കാരം പള്ളിയിൽ തന്നെ ജമാഅത്തായി നിസ്കരിച്ച് എല്ലാ മജ്ലിസുകളും വന്നുകൂടി എല്ലാ നിലക്കും ശുദ്ധരായതുകൊണ്ട് വേഗം സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ചിന്തിച്ചു പോയാൽ അത് വളരെ അബദ്ധമായി പോയി. ആ ചിന്ത തെറ്റിപ്പോയി. ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മുടെ ഭാര്യ മക്കളെ നാം നിയന്ത്രിച്ചില്ലെങ്കിൽ, അവർക്ക് വേണ്ട ദീനീ ചൗക്കട്ടിലായി അവരെ നാം വളർത്തിയില്ലെങ്കിൽ, അവരെ നാം ഇഷ്ടം പോലെ അവർക്ക് മനസ്സ് വന്നതുപോലെ അവരെ ഇഷ്ടം പോലെ വിട്ടുകൊണ്ട് കടിവാണമില്ലാത്ത പ്രവൃത്തിയിൽ അവരെ നാം ഏർപ്പെടുത്തി പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. പിന്നെ ഖേദിച്ചിരുന്നും കാര്യമില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ബാലക്കാരല്ല, ഇന്ന് കുട്ടികളുടെ ഉമ്മമാർ ഓടിപ്പോകുന്ന കാലമാണ്. നയിച്ചിട്ട് അധ്വാനിച്ച് പരക്ക് വരുമ്പോ ഇതാക്കെ വിളിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഉമ്മമാരെ ഓടിപ്പോകുന്നു. എന്റെ നിയന്ത്രണമില്ലാത്ത ഒരു ജീവിതം, ഭാര്യമാരോട് മക്കളോട് അതിയായ സ്നേഹം. ആ അതിയായ സ്നേഹത്തിൽ ആരവരോട് സമ്പർക്കം പുലർത്തിയാലും ആരവരെ മോഹിച്ചാലും അവർക്കൊരു പ്രശ്നമേ അല്ല. സിറ്റൗട്ടിൽ വന്ന് സംസാരിച്ച കാര്യങ്ങൾ പോയെങ്കിൽ അത് അത്ര ഒരു സമാധാനമില്ല. കുറച്ചെങ്കിലും സമാധാനമാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് പോയിട്ട് ഭാര്യയോടും അതേപോലെ അവന്റെ പെൺമക്കളോട് സംസാരിച്ചും പോകണം. അപ്പൊ കുറച്ച് നല്ല, പിന്നെയും കുറച്ച് നല്ലവനാണ് ആര് അവന്റെ ഉള്ളിൽ